റിലയബിലിറ്റി ആൻഡ് കോസ്റ്റ് വരുമ്പോൾ ചോദിച്ചേക്കാവുന്നത് ഈ ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. ഡിസൈൻ എ ഉണ്ട്, ഡിസൈൻ ബി ഉണ്ട്, ഡിസൈൻ സി ഉണ്ട്. ഈ 3 ഡിസൈനിൻ്റെ പല ഫീച്ചേഴ്സ് ഇവർ തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡിസൈൻ എയിൽ ഒരൊറ്റ പാരലൽ യൂണിറ്റുള്ളൂ, എന്ന് വെച്ചാൽ ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ അതിൻ്റെ അകത്ത്. സപ്പോസ് ഒരു UPS ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഒരൊറ്റ ബാറ്ററിയേ ഉള്ളൂ. ഡിസൈൻ ബിയിൽ 2 യൂണിറ്റ്സ് ഉണ്ട്, ഡിസൈൻ സിയിൽ 4 യൂണിറ്റ്സ് ഉണ്ട്. ഓരോ ഡിസൈനിലും ഓരോ യൂണിറ്റിനും ഓരോ റിലയബിലിറ്റി ഉണ്ട്. 0.95 ആണ് ഒരു ബാറ്ററിയുടെ റിലയബിലിറ്റി. സപ്പോസ് ഞാൻ UPSും ബാറ്ററി ആണെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ വേണം. ഡിസൈൻ എയിൽ ഒരു ബാറ്ററിയുടെ റിലയബിലിറ്റി 0.95, ബിയിൽ 0.8, സിയിൽ 0.7. ഇതിൽ ഓരോ ബാറ്ററിക്കും ഡിസൈൻ എയിലെ ബാറ്ററി ആണെങ്കിൽ 5000 രൂപയാവും, ബിയിലാണെങ്കിൽ 2500, സിയിലാണെങ്കിൽ 1000 രൂപയാവും. ഇനി നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് ഫോർ ഓപ്പറേഷൻ എന്നൊരു സാധനമുണ്ട്. അതായത് ആദ്യത്തെ ഡിസൈനിൽ ഒരു ബാറ്ററി വർക്ക് ചെയ്താൽ തന്നെ UPS വർക്ക് ചെയ്യും. മൊത്തം ഒരെണ്ണം ഉള്ളൂ, അതിലൊരെണ്ണം വർക്ക് ചെയ്യണം. ബിയിലാണെങ്കിൽ മൊത്തം 2 എണ്ണം ഉണ്ട്, അതിലൊരെണ്ണം വർക്ക് ചെയ്യണം എങ്കിൽ UPS വർക്ക് ചെയ്യും. സിയിലാണെങ്കിൽ മൊത്തം 4 ബാറ്ററി ഉണ്ട്, അതിൽ 2 എണ്ണം വർക്ക് ചെയ്യണം എങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് ഡിസൈനാണ് ബെസ്റ്റ് റിലയബിലിറ്റി ബൈ കോസ്റ്റ് റേഷ്യോ തരുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി കണ്ടുപിടിക്കുക, ഓരോന്നിനും അസോസിയേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക, ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം ഡിസൈൻ എ കൺസിഡർ ചെയ്യുന്നു. ഫോർ ഡിസൈൻ എ നമ്മൾ ചെയ്യുന്നു. ഫോർ ഡിസൈനിന് നമുക്ക് എന്താ പറയുക, റിലയബിലിറ്റി ഒറ്റ നോട്ടത്തെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണ്, ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ, അത് വർക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അതിൻ്റെ റിലയബിലിറ്റി തന്നെ ആയിരിക്കും ഡിസൈൻ എയുടെ റിലയബിലിറ്റി. അപ്പോൾ 0.95. അതിൻ്റെ കോസ്റ്റ് എന്താ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ എഴുതാൻ പറ്റും, 5000. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താ, റിലയബിലിറ്റി പെർ കോസ്റ്റ് വരുമ്പോൾ 0.95 ബൈ 5000 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ഫോർ ഡിസൈൻ ബി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിസൈൻ ബി വരുമ്പോൾ റിലയബിലിറ്റി എന്താണ്, ഡിസൈൻ ബിയിൽ നമുക്ക് മൊത്തം 2 യൂണിറ്റ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ റിലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, റിലയബിലിറ്റി പ്രോബബിലിറ്റി ഓഫ് എന്താണ്, നമുക്ക് സക്സസ് എന്ന് എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് റിലയബിലിറ്റി. അപ്പോൾ ഒന്ന് ഈ 2 യൂണിറ്റിൽ 2 വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം വർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 2 വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എഴുതുക. എന്താണ്, 2C2 ഒരെണ്ണം വർക്ക് ചെയ്യാൻ 0.8. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. 0.8 സ്ക്വയർ ഇൻറ്റു 0.2 അതായത് 1 എന്ന് എഴുതാം. പ്ലസ് ഒരെണ്ണം വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 2C1 ഇൻറ്റു 0.8 ഇൻറ്റു 0.2 ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്താണ് റിലയബിലിറ്റി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.96 എന്ന് കിട്ടും. ഇതിൻ്റെ കോസ്റ്റ് വരുമ്പോൾ നമുക്ക് എത്ര, 2 യൂണിറ്റ്സ് ആവശ്യമുണ്ട്. ഒരെണ്ണത്തിൻ്റെ വില 2500 രൂപ, 2 എണ്ണം ആകുമ്പോൾ നമുക്ക് 5000 രൂപയാവും. അപ്പോൾ 5000. ഇതിൻ്റെ റേഷ്യോ വരുമ്പോൾ നമുക്ക് എത്ര, 0.96 ബൈ 5000 എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താണ് ഫോർ ഡിസൈൻ സി നമ്മൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇത് അപ്പുറത്തെ സൈഡിൽ എഴുതാം. ഡിസൈൻ സിക്ക് നമ്മൾ വരുന്നത് 4 യൂണിറ്റ്സ് ആണുള്ളത്. 4 യൂണിറ്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 2 എണ്ണമെങ്കിലും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിലയബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യത്തെ കേസിൽ 4 വർക്ക് ചെയ്യുന്ന കേസ് നമുക്ക് എഴുതാം. അതായത് 4C4 ഒരു യൂണിറ്റിൻ്റെ റിലയബിലിറ്റി ഇവർ പറഞ്ഞിരിക്കും 0.7 raised-4 0.3 raised-0 എന്ന് എഴുതാം. പ്ലസ് 3 എണ്ണം വർക്ക് ചെയ്യുന്നത് 4C3 0.3 raised-3 0.7 raised-3 0.3 raised-1 പ്ലസ് 2 എണ്ണം വർക്ക് ചെയ്താലും മതി. കാരണം നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് ഫോർ ഓപ്പറേഷൻ 2 ആണ്. 4C2 0.7 raised-2 0.3 raised-2. പക്ഷേ അടുത്ത 4C1 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം മിനിമം 2 യൂണിറ്റെങ്കിലും വർക്ക് ചെയ്യണം. അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ ഓവറോൾ റിലയബിലിറ്റി നമുക്ക് എന്ത് കിട്ടും, 0.916 എന്ന് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമുക്കിതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇത് ഫോർ ഡിസൈൻ സി ആണ്. ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കെന്താ, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് 1000 രൂപയാണ്. പക്ഷേ നമുക്കിവിടെ നമ്പർ ഓഫ് പാരലൽ യൂണിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് 4 എണ്ണമാണ്. എത്ര എണ്ണം ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നുള്ളതല്ല, മൊത്തം എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. അതായത്
4 ഇൻറ്റു 1 യൂണിറ്റിൻ്റെ വില 1000. 4000 മൊത്തം സിസ്റ്റത്തിൻ്റെ കോസ്റ്റ്. അപ്പോൾ റേഷ്യോ വരുമ്പോൾ എങ്ങനെ എഴുതാം? 0.916/4000. നമുക്കിപ്പോൾ 3 റേഷ്യോസ് കിട്ടി. ഒരെണ്ണം 0.95/5000 കിട്ടി, 0.96/5000 കിട്ടി, 0.916/4000 കിട്ടി. ഇത് റിലയബിലിറ്റി ബൈ കോസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ റിലയബിലിറ്റി കൂടെ വേണം, കോസ്റ്റ് കുറേ വേണം. അതായത് ഈ ഫ്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതാവണം. അപ്പോൾ ഏറ്റവും വലിയ ഫ്രാക്ഷൻ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഫ്രാക്ഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതാണ് ഡിസൈൻ സി ആണ് നമ്മുടെ ഒപ്റ്റിമം ചോയ്സ്.